വേദി ഇന്ന് അങ്കമാലിയുടെ മണ്ണിൽ വെച്ച് കേരള നവീകരണ യാത്രയിലെ എല്ലാ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്യുകയാണ്. യുവജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൈകോർത്തുകൊണ്ട് കേരളത്തിന്റെ നവോത്ഥാനത്തിനായി KC നല്ലൊരു കൈയുടെ നമ്മുടെ ഈ ജാഥ ക്യാപ്റ്റൻ ശ്രീ എവിൻ കണിവയലിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമാരി ജോഷ്മി മരിയ ജോസ്, സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ സനു സാജൻ പടിയറയെ നല്ലൊരു കൈയുടെ കൂടി ഈ നേതാക്കന്മാരുടെ മധ്യത്തിലേക്ക് എറണാകുളം അങ്കമാലി ലാഭമുണ്ടാക്കാനോ ഈ സംസ്ഥാന സമിതി അംഗങ്ങൾക്കോ കടന്നു പോകുന്ന രൂപതയിലെ ഭാരവാഹികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ലാഭമുണ്ടാക്കാനോ അല്ല, മറിച്ച് ഈ കേരളത്തിന്റെ സമൂഹത്തിൽ ഒരു നവീനമായ മാറ്റം വരണം എന്ന ആഗ്രഹത്തോടെ കേരള സമൂഹത്തിൽ ഒത്തിരിയേറെ നവീകരണങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് ചിന്താഗതിയോടെ ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് കേരള നവീകരണ യാത്ര എന്ന പേരിൽ ഒരു യാത്രയുമായിട്ട് ഇറങ്ങിയത്. ഈ കേരള നവീകരണ യാത്ര കേരളത്തിലൂടെ പോകുമ്പോൾ കേരളത്തിലെ മുഴുവൻ ഭരണകൂടങ്ങളെയും അട്ടിമറിക്കാമെന്ന ചിന്ത ഞങ്ങൾക്കില്ല. ഇവിടെ സമൂലമായ എന്തോ മാറ്റം കൊണ്ടുവരാൻ ഈ യാത്ര കൊണ്ട് സാധിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഈ യാത്ര കടന്നു പോകുന്ന വേദികളിൽ ഈ സമൂഹത്തിലെ ഏതെങ്കിലുമൊക്കെ മനുഷ്യരുടെ മനസ്സിലേക്ക് കേരളത്തിൽ ഒരു മാറ്റം വരണമെന്നും ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒട്ടനേകം വിഷയങ്ങളുണ്ടെന്ന തോന്നലുണ്ടാക്കുകയും ആ തോന്നൽ അവരുടെ ഉള്ളിലേക്ക് കോറിയിടുവാനും വേണ്ടി ഈ യാത്രയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ യാത്ര വിജയമായി എന്ന് ഞാൻ കരുതുകയും. ഈ യാത്ര നടത്തുന്നത് ഒരു യുവജന പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് യുവജന മുന്നേറ്റം എന്നതാണ്. യുവജന മുന്നേറ്റം എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത്, ഏറ്റവും ആദ്യം ചിന്തിച്ചതും ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ പോലും ചോദിച്ചതും KCYM കേരള രാഷ്ട്രീയത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടപെടാൻ പോവുകയാണോ എന്ന്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ആദ്യം വന്നൊരു വാർത്തയും നിർണായകമായ ഇടപെടലുമായി KCYM കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന്. ഇറങ്ങാൻ ഇത് തോടോ അരുവിയോ ഒന്നുമല്ലല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യനെയും എല്ലാ പൗരനെയും സംബന്ധിച്ചിടത്തോളം ആ എല്ലാ മനുഷ്യനും എല്ലാ പൗരനും അവർ ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ അകന്നു നിൽക്കുന്ന ആളുകളല്ല. അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നത് ഒരു കൈപ്പാടകരെ നിർത്തേണ്ട ഒന്നാണ് എന്ന ചിന്ത ആരുടെയെങ്കിലും ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതാണ് നാം ആദ്യം മാറ്റിവെക്കേണ്ടത്. KCYM എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുനിന്നിട്ടുള്ള ഒരു യുവജന പ്രസ്ഥാനമല്ല, മറിച്ച് ഈ കേരളത്തിന്റെ മുന്നിൽ കഴിഞ്ഞ 48 വർഷക്കാലം പ്രവർത്തിച്ചപ്പോ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗത്ത് ഒക്കെ നിർണായകമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് KCYM കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനം എന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇനി തുടർന്നും ഞങ്ങളുടെ ഇടപെടലുകൾ ഇവിടുത്തെ രാഷ്ട്രീയ രംഗങ്ങളുണ്ടാകും, ഇവിടുത്തെ സാമൂഹിക രംഗങ്ങളുണ്ടാകും. ഇവിടുത്തെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഈ സമൂഹത്തിൽ പ്രത്യാശയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് KCYM നിരന്തരമായി ഈ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടും എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കാൻ കൂടി സംസ്ഥാന പ്രസിഡന്റ് എന്നതിൽ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള ഇടപെടൽ എന്നതിനേക്കാൾ ഉപരിയായി കേരള രാഷ്ട്രീയത്തിൽ ധാർമ്മികതയുള്ള, സത്യസന്ധരായ, നല്ല പൗരബോധമുള്ള, മതേതര ചിന്താഗതിയുള്ള നല്ല യുവജന നേതാക്കന്മാരെ ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് സംഭാവന ചെയ്യണം എന്ന് KCYM ആഗ്രഹിക്കുക. നമുക്കറിയാം, രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ MLA സൂചിപ്പിച്ചു, പലപ്പോഴും ഉള്ള ഒരു ചിന്താഗതിയാണ് ഏതോ മോശം മേഖലയാണ് എന്ന്. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ MLA പോലുള്ള നല്ല നേതാക്കന്മാരുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ലീഡേഴ്സിന്റെ കുറവ് ഈ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് KCYM ചിന്തിച്ചത്, KCYMൽ നിന്ന് നല്ല നേതാക്കന്മാർ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ, തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ KCYMന്റെ ഭാഗത്ത് നിന്ന് നല്ല നേതാക്കന്മാരുണ്ടാകണം. ആ നേതാക്കന്മാർ ഈ സമൂഹത്തെ നയിക്കുന്നവരാകണം. യുവജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ സമൂഹത്തിന് ലോകത്തിന് നെറുകയിലേക്ക് എത്താൻ സാധിക്കൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് KCYM തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം നിർണായകമായ ഇടപെടലുകൾ നടത്തുവാനും യുവജനങ്ങളെ മത്സര രംഗത്തേക്ക് പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി, പിന്തുണയ്ക്കുവാനും വേണ്ടി ആലോചിക്കുന്നു. ഇനി ഏതെങ്കിലും KCYMമാർക്ക് പ്രത്യേകമായുള്ള ആനുകൂല്യം നൽകണമെന്നതല്ല നാം ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. മറിച്ച് KCYM പറയുന്നത് കേരളത്തിലെ എല്ലാ യുവജന സംഘടനകളും, അത് മത സാമുദായിക യുവജന സംഘടനകളായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ യുവജന സംഘടനകളായിക്കൊള്ളട്ടെ, മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജന സംഘടനകളായിക്കൊള്ളട്ടെ, എല്ലാ യുവജന സംഘടനകളും യുവജനങ്ങളെ രാഷ്ട്രീയ രംഗത്തേക്ക്, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക്, നേതൃത്വത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങളും അതിനുവേണ്ട പ്രവർത്തന പരിപാടികളും ചെയ്യണമെന്നുള്ളതാണ്. KCYMമാർ എന്നതിനേക്കാൾ ഉപരിയായി മതേതര ചിന്താഗതിയുള്ള, പൗരബോധമുള്ള, സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുള്ള നല്ല യുവജനങ്ങൾ അവർ ഈ സമൂഹത്തെ നയിക്കാം എന്ന ആഗ്രഹമാണ് KCYMനുള്ളത്. ആ ആവശ്യത്തിന്റെ, ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്
ഈ അവസരത്തിൽ KCYM ഈ യാത്രയുടെ ഭാഗമായി യുവജന മുന്നേറ്റം എന്നത് ലക്ഷ്യമിടുന്നു. ഇനി യുവജന മുന്നേറ്റം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ രംഗത്തേക്കുള്ള കടന്നുവരവ് മാത്രമാണ്, ഒരിക്കലുമല്ല എന്ന് തിരിച്ചറിയണം. മറിച്ച് ഈ യുവജന മുന്നേറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ യുവജനങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്നുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ യുവജനങ്ങൾ ബിസിനസ് രംഗങ്ങളിൽ നന്നായി ശോഭിക്കണമെന്ന ആഗ്രഹമുണ്ട്. നമുക്കറിയാം, പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം ചെയ്യപ്പെടുന്ന നമ്മുടെ യുവജനങ്ങൾ നോക്കി എല്ലാവരും പറയാറുണ്ട്, അവർ സുഖ സൗകര്യങ്ങളുടെ പുറകെ സ്വന്തം ജന്മനാടിനെ വിട്ട് മറ്റു രാജ്യത്തേക്ക് കുടിയേറി പാർത്തു എന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. സ്വന്തം അച്ഛനെ അമ്മയെ ഒക്കെ ഈ നാട്ടിൽ വിട്ടിട്ട്, മക്കളെ ഭാര്യയൊക്കെ വിട്ട്, കൂടപ്പറപ്പിനെ വിട്ട്, കൂട്ടുകാരെ വിട്ട്, നാട്ടുകാരെ വിട്ട്, ജന്മനാടിനെ വിട്ട് ഏതെങ്കിലുമൊക്കെ യുവജനങ്ങൾ വിദേശ രാജ്യത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ ആ യുവജനങ്ങളുടെ ഗതികേടാണ് അവർ ഈ നാട്ടിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് കുടിയേറി പാർക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇവിടുത്തെ ഭരണകൂടങ്ങളും ഗവൺമെന്റുകളും അടിച്ചിറക്കി വിടുന്നതാണ് നമ്മുടെ യുവജനങ്ങൾ വിദേശ നാടുകളിലേക്ക്. നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കാതെ വരുമ്പോ, അവർക്ക് ഇവിടെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ വരുമ്പോ, അങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമ്മുടെ യുവജനങ്ങൾ അന്യനാടുകളിലേക്ക്, വിദേശ നാടുകളിലേക്ക് കുടിയേറ്റം ചെയ്യപ്പെട്ട് അവിടെ ജീവിക്കേണ്ട ഗതികേട് വരുന്നത്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം അവനവന്റെ സ്വന്തക്കാരുടെ, കൂട്ടുകാരുടെ ഒക്കെ കൂടെ ചിലവഴിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ വരുമ്പോൾ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് ആ യുവജനങ്ങളെ കൂടെ കണക്കാക്കിക്കൊണ്ട് ഈ നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്ക് നല്ല സാമൂഹിക നിലവാരമുള്ള ജീവിതം ഈ നാട്ടിൽ തന്നെ സൃഷ്ടിക്കണം എന്നത് ഈ യാത്രയുടെ യുവജന മുന്നേറ്റം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന ഉദ്ദേശവും മുദ്രാവാക്യവും നാം ഉയർത്തുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തെ കുറിച്ച് ഒരിക്കലും KCYM-ന്റെ യുവജനങ്ങൾക്ക് പുതുതായി പറഞ്ഞു തരേണ്ടതില്ല. ഏതൊരു KCYM-നും ആദ്യമായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ അത് ലഹരിക്കെതിരായിട്ടുള്ള സമരങ്ങളിലൂടെ, പ്രോഗ്രാമുകളിലൂടെയൊക്കെയാണ് കടന്നു വരിക. ലഹരിമുക്തമായൊരു സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതാണ് ഈ സംഘടന ഏറ്റവും പരമപ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റ് പല സംഘടനകളും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ കുറിച്ച്, ജാഗ്രത പുലർത്തുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നതിനേക്കാളും പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ KCYM പ്രസ്ഥാനം കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, കത്തോലിക്ക സഭ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ലഹരിയുടെ മാഫിയ പിടിമുറുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ ഗവൺമെന്റുകൾ സ്വീകരിക്കണം. ഇവിടുത്തെ ബഹുജന സംഘടനകൾ അത്തരം ലഹരി മാഫിയകൾക്കെതിരായിട്ടുള്ള, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒന്നുചേർന്ന് അണിചേരണമെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ലഹരി വിരുദ്ധ പരിപാടികളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനയുടെ പേരാണ് KCYM എന്ന്. ഞാൻ KCYM-ലേക്ക് കടന്നു വരുന്നത് ഷിജോസാറൊക്കെ നേതൃത്വം വഹിക്കുന്ന കാലത്ത് ലഹരി വിരുദ്ധ പരിപാടികളിലൂടെ പങ്കെടുത്തോട്ടെ. അതുകൊണ്ട് ഏതൊരു KCYM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ലക്ഷ്യവും അവർ ഈ സമൂഹത്തിലേക്ക് വെക്കുന്ന ഏറ്റവും വലിയ ധാർമ്മിക മൂല്യവും എന്ന് പറയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത സമരത്തിൽ അണിചേരുന്നു എന്നത് തന്നെ. അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ, മലയോര തീരദേശ ദളിത് ജനതയെ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അവർ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ട്. അവർ പലപ്പോഴും ഈ സമൂഹത്തിന്റെ നേതൃനിലയിലേക്കോ മുന്നിലേക്കോ കടന്നു വരാതെ അവഗണിക്കപ്പെടുന്ന ഗവൺമെന്റുകളുടെ, പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ നിന്നൊക്കെ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായി ജീവിക്കാൻ വേണ്ടി സാധിക്കാതെ, നമുക്കറിയാം മലയോര മേഖലയിലൊക്കെ ഉള്ള കർഷകർ എന്ന് പറയുമ്പോൾ വന്യജീവികളോട് പടവെട്ടി അവരുടെ കാർഷിക വിളകൾക്ക് വില ലഭിക്കാതെ, അതുപോലെ തന്നെ അവർക്ക് സ്വന്തം വീടിന് പുറത്തു പോലും രാത്രികാലങ്ങളിൽ വിശ്വസിച്ചിറങ്ങാൻ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു ജനതയോട്, തീരദേശ ജനതയുണ്ട്. നമുക്കറിയാം, മുനമ്പത്ത് ജീവിക്കുന്ന മനുഷ്യർ ഇവിടെ ഒരുപാട് ദൂരെയല്ല. 610 കുടുംബങ്ങളാണ് മുനമ്പത്ത് വഴിയാധാരമായി നിൽക്കുന്നത്. അവ ഇന്ന് സമരത്തിലാണ്, 1 വർഷം കഴിഞ്ഞു. അതുപോലെ തന്നെ ദളിത് ജനത, ഇങ്ങനെ ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ഈ യാത്ര തുടങ്ങിയത് വെള്ളരിക്കുണ്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, മലയോര ഗ്രാമപ്രദേശത്ത് നിന്നാണ്. ഈ യാത്ര അവസാനിക്കുന്നത് വെള്ളയമ്പലത്ത് തീരദേശ പ്രദേശത്താണ്. അപ്പോ ഈ യാത്ര എപ്പോഴും അഭിസംബോധന ചെയ്തു വരുന്നത് മലയോര തീരദേശ ദളിത് ജനതയുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കണമെന്ന്, അതുപോലെ തന്നെ ഇന്ന് വർദ്ധിച്ചു വരുന്ന മതപീഡനങ്ങൾക്കെതിരെ, ക്രൈസ്തവ മതപീഡനങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അത്തരം ന്യൂനപക്ഷ അവകാശങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങളുടെ, പ്രത്യേകമായി തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾ, പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ചവിട്ടിമെതിക്കുമ്പോൾ, അതിനെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണം, കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ KCYM ഇങ്ങനെ ഒരു നവീകരണ യാത്ര നടത്തുകയാണ്. ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ക്രൈസ്തവ മതപീഡനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം അല്ലെങ്കിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളത്. അതുപോലെ തന്നെ ഭരണഘടന അവകാശം ഉറപ്പാക്കണമെന്നത്. ആ ഒരു വിഷയം പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അഭിമാനബോധമുണ്ട്. കാരണം ഈ അങ്കമാലിയിലെ സ്വീകരണ വേദിയിൽ നമ്മുടെ ഉദ്ഘാടകനായി എത്തിയ വ്യക്തി, നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ റോജി എം ജോൺ, അദ്ദേഹം നമ്മുടെ ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിന്റെ പ്രശ്നമുണ്ടായപ്പോ അവരെ കാരാഗ്രഹത്തിൽ അയക്കുന്ന വിഷയം ഗവൺമെന്റുകൾ, ഛത്തീസ്ഗഡിലെ സർക്കാരും പോലീസും അവർക്കെതിരെ
അവരുടെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ന്യൂനപക്ഷ അവകാശങ്ങളെ തകർക്കുന്ന തരത്തിലേക്ക് ചില മതവർഗീയവാദികളുടെ കയ്യിലെ ചട്ടുകമായി മാറിയപ്പോ ഇവിടെ നിന്ന് പോയി രാപ്പകലോളം അവരോടൊപ്പം കൂടി നിന്ന് അവരെ സംരക്ഷിക്കുന്നവരെ പുറത്തിറക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തിയ വ്യക്തിയെയാണ് നിങ്ങളുടെ ഉദ്ഘാടകനായി എത്തിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ യുവജനങ്ങളുടെ പൗരബോധത്തെ കുറിച്ച് ഇവിടുത്തെ യുവജനങ്ങൾ രാഷ്ട്രീയ ബോധമുള്ളവരാണ് എന്നതിൽ അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള പീഡനങ്ങൾ, മതപീഡനങ്ങൾക്കെതിരായിട്ട് നാം ശബ്ദം ഉയർത്തണം. നമ്മുടെ ഇടപെടലുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഇന്ന് വർഗീയതയുടെ വിഷം ചുറ്റുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. വിവിധ സംഘടനകൾ പലപ്പോഴും നമ്മളെ പല കൂട്ടിലാക്കാൻ ശ്രമിക്കാറുണ്ട്. KCYM കത്തോലിക്ക സഭയും സ്വതന്ത്രമായ നിലപാടുകൾ പറയുമ്പോൾ, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിലപാടുകൾ പറയുമ്പോൾ നമ്മളെ ഏതെങ്കിലുമൊക്കെ പക്ഷം ചേർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത് KCYM-നെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടൊരു നിലപാടുണ്ട്. എല്ലാ മതങ്ങളും പെട്ട മനുഷ്യരും മതമില്ലാത്ത മനുഷ്യരും ഒക്കെ സാഹോദര്യത്തോടെ സഹോദര്യത്തോടെ ജീവിക്കണം എന്നതാ KCYM-ന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് വർഗീയതയ്ക്കെതിരെ ബഹുസ്വരതയുടെ ശബ്ദമാകണം എന്ന ആശയം ഉയർത്തിക്കൊണ്ട് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്കിടയിൽ നമ്മുടെ സഹോദരങ്ങൾ, അവൻ ഹിന്ദു ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, മുസൽമാൻ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സാമുദായിക സഹകരണത്തിന്റെ, മതസ്നേഹത്തിന്റെ നല്ല സന്ദേശം പകരുന്ന ഒരു സമൂഹമായി നാം മാറണം. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് KCYM എന്ന് പറയുന്ന ഒരു മതസംഘടനയായിട്ട് പോലും, കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനമായിട്ട് പോലും KCYM പറയുന്നത് ഇവിടെ വേണ്ടത് മതസൗഹാർദ്ദമാണ്. ഇവിടെ വേണ്ടത് മതങ്ങൾക്കിടയിൽ മനുഷ്യനെ ഭിന്നിപ്പിച്ചുകൊണ്ട് പല തുറകളിലാക്കിക്കൊണ്ട് അവരെ വെട്ടി കീറി മുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽപ്പെട്ടവർ ലാഭം കൊയ്യുന്ന ഇടപാടല്ല വേണ്ടത്, മറിച്ച് ഇവിടെ വേണ്ടത് നമുക്ക് മതസൗഹാർദ്ദവും പരസ്പര സഹോദര്യവും സഹകരണവുമാണ് എന്ന ഉദ്ദേശത്തോടെ വർഗീയതയ്ക്കെതിരെ ബഹുസ്വരതയുടെ ശബ്ദമാവുക എന്ന മുദ്രാവാക്യം നാം ഉയർത്തുന്നു. അതുപോലെ തന്നെ കേരള വികസന രേഖ തയ്യാറാക്കുക എന്നൊരു ഉദ്ദേശം. നമ്മൾ മുൻപ്